ഒരു വീഡിയോ കാണിച്ചിട്ട് ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് 2 വാക്ക് മാത്രം പറയുകയാണ്. തലയിൽ തട്ടമിടുന്നത് ഒരു മതശാസനയാണെങ്കിൽ, അല്ലെങ്കിൽ തലമറക്കൽ ഒരു മതത്തിന്റെ നിയമമാണെങ്കിൽ അതിനുവേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കാനാണ് മതനേതൃത്വം. ഈ മതനേതൃത്വം അത് പറയാൻ ബാധ്യസ്ഥരാണെന്നേ. അത് പറയുമ്പോഴേക്കും അസ്വസ്ഥരാവേണ്ട കാര്യമുണ്ടോ? കാരണം അവരുടെ ജോലി ഡ്യൂട്ടിയാണത്. ഖുർആനിൽ എവിടെയാണ് തലയിൽ തട്ടണമെന്ന് പറഞ്ഞത്? ഇല്ലേ? ഇല്ല. ഞാൻ വ്യക്തമായിട്ട് പറയാം. ഇതേപോലെയുള്ള കുറെ കാര്യങ്ങളാണ് ഉള്ളത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിതർക്കിതമായി അറിയപ്പെട്ട ഒരു വിഷയമാണ് സ്ത്രീകളുടെ ശിരോവസ്ത്രം നിർബന്ധമാണ്, അവരുടെ ഒരു മുടി പോലും പുറത്ത് കാണൽ നിഷിദ്ധമാണ് എന്നത് മുസ്ലിമായി പിറന്ന എല്ലാ സ്ത്രീകൾക്കും അറിയുന്നൊരു വസ്തുതയാണ്. ആ വീഡിയോയിൽ അവർ ചോദിക്കുന്നത് എവിടെയാണ് ഖുർആനിൽ സ്ത്രീകളുടെ തലമറക്കണം എന്ന് പറഞ്ഞത് എന്നാണ്. ഖുർആനിൽ ഒരു സ്ഥലത്തല്ല, ഒന്നിലേറെ സ്ഥലങ്ങളിൽ സ്ത്രീകൾ നിർബന്ധമായും തലമറച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. 2 വാചകങ്ങൾ, ഖിമാർ, ജിൽബാബ്, ഈ 2 പദങ്ങൾ ഖുർആനിൽ വന്നത് സ്ത്രീകളുടെ തലമറക്കണം, തലയല്ലാതെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളും മറക്കണം എന്നതിനെ പരാമർശിച്ചുകൊണ്ടാണ്. മാറിടത്തിൻ്റെ മീതയിലേക്ക് ആ ശിരോവസ്ത്രത്തിനെ അവർ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ എന്നാണ് ഖുർആനിൻ്റെ പ്രഖ്യാപനം. തലമറക്കണമെന്ന കാര്യത്തിൽ ഒരഭിപ്രായവും വ്യത്യാസവും ഖുർആൻ പറയുന്നില്ല. മറിച്ച് ആ വസ്ത്രം നിങ്ങൾ താഴോട്ട് ഇറക്കിയിടണം. കാരണം മറ്റു വസ്ത്രങ്ങൾ ഉപയോഗിച്ച് ശരീരം മറച്ചാലും ഈ ചെറിയൊരു ഗ്യാപ്പ് എപ്പോഴും കാണാൻ സാധ്യതയുണ്ട്. അത് തലമറച്ചതിൻ്റെ ബാക്കിയുള്ളത് കൊണ്ട് താഴോട്ട് ഇറക്കിയിട്ടാൽ ആ ഭാഗവും മറഞ്ഞു പോകും. ഇങ്ങനെ കൃത്യമായി ഖുർആൻ പറഞ്ഞ ഒരായത്താണ് സൂറത്തുൻ നൂറിലെ 31-ാമത്തെ ആയത്ത്. എന്നാൽ സൂറത്തുൽ അഹ്സാബിൽ ഒന്നുകൂടെ കൃത്യമായിട്ട് അല്ലാഹു പറയാണ്, നബിയേ കുല്ലി അസ്വാജിക, തങ്ങളുടെ ഭാര്യമാരോട് പറയണം, വബനാതിക, പെൺമക്കളോടും പറഞ്ഞു കൊടുക്കണം, വനിസാഇൽ മുഅ്മിനീൻ, വിശ്വാസിനികളായ പെണ്ണുങ്ങളോടും പറഞ്ഞു കൊടുക്കണം, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ ജിൽബാബും ഖിമാറും തമ്മിലുള്ള വ്യത്യാസം. ഖിമാർ എന്ന് പറഞ്ഞാൽ ഖിതാഉ റഅ്സി, തലമറക്കുന്നത് എന്നാണ്. ജിൽബാബ് എന്ന് പറഞ്ഞാൽ തലയും തല അല്ലാത്ത ഭാഗങ്ങളും മറക്കുന്ന വസ്ത്രത്തിനാണ്. അപ്പം തല ഓൾറെഡി മറച്ചിരിക്കണം. ആ വസ്ത്രം തന്നെ മിൻ ജലാബീബിഹിന്ന, അവരോട് അവരുടെ മാറിടത്തിലേക്ക് അത് താഴ്ത്തിയിടാൻ പറയണം. കൃത്യമാണ്, 2 ആയത്തിലും കൃത്യമാണ്. സ്ത്രീ തലമറക്കണമെന്ന വിഷയത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. കൃത്യമായിട്ട് ഖുർആൻ പ്രയോഗിച്ച 2 പദത്തിൻ്റെ അർത്ഥം ഏത് ഡിക്ഷണറി വെച്ച് നോക്കിയാലും ഏത് വ്യാഖ്യാനങ്ങൾ വെച്ച് നോക്കിയാലും സ്ത്രീ അവളുടെ തലമറക്കണം എന്നത് തന്നെയാണ്. ഇതുകൊണ്ട് തന്നെയാണ് നാളിതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽ സലഫുസ്വാലിഹീങ്ങളുടെ കാലം മുതൽ ഇങ്ങോട്ട് കാലങ്ങളോളം ഒരു ഘട്ടത്തിലും ചോദ്യം ചെയ്യപ്പെടാത്ത വിധം അത് ഇന്ന് വരെ കൈമാറിപ്പോന്നത്. നമ്മുടെ രാജ്യം വളരെ സങ്കീർണമായ ഒരു ഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പം നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രതിരോധിക്കേണ്ട ഒരു സമയമാണിത്. നമുക്ക് ആവശ്യമുള്ള വസ്ത്രം ധരിക്കാനും ധരിക്കാതിരിക്കാനും ഭരണഘടന അനുവദിക്കുന്നുണ്ട്, ഇസ്ലാം മതവും അനുവദിക്കുന്നുണ്ട്. ഹിന്ദുത്വവാദികൾ വരുന്നു എന്നതുകൊണ്ട് ഇസ്ലാമിൻ്റെ തലമറക്കുക എന്ന നിയമം എടുത്തു പറയാൻ പറ്റുമോ? ഇസ്ലാമിൻ്റെ ഓരോ നിയമങ്ങളും അതിനനുസരിച്ച് മാറ്റിത്തിരുത്തേണ്ടതാണോ? അങ്ങനെയായിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദീനുമായി വരുന്ന കാലത്ത് മക്കയിൽ എത്രമാത്രം കടുത്ത പ്രതിരോധങ്ങളും പ്രശ്നങ്ങളുമായിരുന്നു. കലുഷിതമായ ആ അന്തരീക്ഷത്തിലും ഇസ്ലാമിൻ്റെ ഒരു സംസ്കാരം പോലും, ഇസ്ലാമിൻ്റെ ഒരു രീതികൾ പോലും മാറ്റാൻ തങ്ങൾ തയ്യാറായില്ല. സൂര്യനെൻ്റെ വലത് കൈയിലും ചന്ദ്രനെൻ്റെ ഇടത് കൈയിലും വെച്ച് തന്നാൽ പോലും ഞാനിതിൽ നിന്ന് മാറൂല എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. സുമയ്യ ബീവി റളിയല്ലാഹു അൻഹായുടെ ഗുഹ്യ സ്ഥാനത്തിലൂടെ ചുട്ടുപഴുപ്പിച്ച കുന്തം കയറ്റിയിട്ട് അവരെ കൊല ചെയ്യപ്പെട്ടതുപോലും, ഇത്തരം ക്രൂരമായ പ്രവർത്തനങ്ങൾ നടന്നിട്ട് പോലും ഒരു മാറ്റവും ഇല്ലാതെ കാലം ഇതുവരെ കഴിഞ്ഞു പോയിട്ട് ഇപ്പം ചാനലിൽ കയറിയിട്ട് പറയാണ് മതനിയമങ്ങളൊന്നും പറയാൻ പാടില്ല,
ഇന്ത്യയിൽ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇസ്ലാമും ആ സ്വാതന്ത്ര്യം വകവെച്ച് തരുന്നുണ്ട്. ഇസ്ലാം എവിടെയും തല തുറന്നിട്ട് നടക്കാൻ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. അത് പുരുഷൻ അവൻ്റെ ഔറത്ത് അവനോട് പറഞ്ഞ ഔറത്ത് പുറത്ത് കാണിച്ച് നടക്കുന്നത് എത്രമാത്രം തെറ്റാണോ അതുപോലെ തന്നെയാണ് സ്ത്രീ അവൾക്ക് പറഞ്ഞ ഔറത്ത് മറക്കാതെ നടക്കുന്നതും തെറ്റാണ്. രണ്ടുപേർക്കും ഇസ്ലാം കൃത്യമായ റൂട്ടുകൾ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ആ റൂട്ടിലൂടെ മാത്രമേ മുസ്ലിമീങ്ങൾ നടക്കാൻ പാടുള്ളൂ. അല്ലാത്തവർക്ക് ഇസ്ലാമിൻ്റെ പുറത്തേക്ക് പോകാം, എന്നിട്ട് തോന്നിയതുപോലെ നടക്കാം, തോന്നിയത് വിളിച്ചു പറയാം. ശരീരം തല മാത്രമല്ല, ശരീരം മൊത്തം തുറന്നിട്ട് വേണമെങ്കിൽ നടക്കാം, യാതൊരു കുഴപ്പമില്ല, ആരും ഒന്നും പറയില്ല. നമുക്കറിയാം, കുറച്ച് കാലമായിട്ട് കുറേ ആളുകളൊക്കെ ജീവിക്കുന്നത് ഇതുപോലെയാണ്. ഇസ്ലാമിനെ തെറി പറഞ്ഞും ഇസ്ലാമിൻ്റെ വിഷയങ്ങളെ വിമർശിച്ചും ആളുകൾക്ക് മുമ്പിൽ ഒരാളായി മാറുക, ചാനലുകൾക്ക് മുമ്പിലൊക്കെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടാനുള്ള ഒരു അവസരമായി കാണുന്നത് സ്വന്തം മതത്തെ വിമർശിക്കുക. പൊതുവിൽ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുന്ന കാര്യങ്ങളൊക്കെ അതിനെ അങ്ങ് അടച്ചാക്ഷേപിക്കുക. കുറച്ച് മുമ്പ് ഒരു അഡ്വക്കറ്റ് അവന് ഇസ്ലാമിലെ സ്വത്ത് വിഹിതത്തെക്കുറിച്ച് പറഞ്ഞു. അതിന് അമുസ്ലിമീങ്ങളടക്കം അതിന് മറുപടി പറഞ്ഞു കൊടുത്തു. കാരണം സ്ത്രീക്കും പുരുഷനും തുല്യ വിധത്തിൽ സ്വത്ത് വിഭജിക്കപ്പെടണം. അതിന് ഞാൻ എൻ്റെ ഭാര്യയെ 2 വട്ടം കല്യാണം കഴിക്കുന്നു, അവന് 2, 3, 4 വട്ടം കല്യാണം കഴിച്ചോട്ടെ, പക്ഷേ അതെന്തിനാണ് പരസ്യപ്പെടുത്തിയത്? അപ്പോൾ അവൻ്റെ ഉള്ളിൽ കൃത്യമായ അജണ്ടയുണ്ട്. ഇത് നാളെ ചാനലുകളൊക്കെ എൻ്റെ മുന്നിലേക്ക് വരും, എനിക്ക് കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് അതിൻ്റെ മുമ്പിൽ വരാം, ആളുകളൊക്കെ എന്നെ ശ്രദ്ധിക്കും. അങ്ങനെ നൊട്ടോറിയസ് കുപ്രസിദ്ധിക്ക് വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ഇങ്ങനെ എല്ലാ മതത്തിലുമുണ്ട്. അതേ മതത്തിനെ താറടിച്ച് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ. അപ്പോൾ അവരോടൊക്കെ ഒരു കാര്യം പറയാനുള്ളൂ, മലയാളികൾ ബുദ്ധിയുള്ളവരാണ്. വിദ്യാഭ്യാസവും വിവരങ്ങളും ഇല്ലാത്ത സ്ഥലത്തൊക്കെ പോയി നിങ്ങൾ പയറ്റുക എന്ന് മാത്രമേ പറയാനുള്ളൂ.